വെൽക്കം ടു ദ ക്ലാസ് ലോ ഓഫ് ക്രൈംസ് എന്നുള്ള വീഡിയോ സീരീസിൽ നമ്മൾ ഇന്ത്യൻ പീനൽ കോഡും പുതുതായിട്ട് വന്നിട്ടുള്ള ഭാരതീയ ന്യായ സംഹിതയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഇതിനു മുമ്പുള്ള രണ്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് മേജർ ആയിട്ട് സെക്ഷുവൽ ഒഫൻസസ് എന്നുള്ള ചാപ്റ്ററിൽ ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ടായിരുന്ന ഒഫൻസസും പുതുതായിട്ട് വന്നിട്ടുള്ള ഭാരതീയ ന്യായ സംഹിതയിലുള്ള ഒഫൻസസും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. യെസ്, അപ്പൊ ബേസിക്കലി ഇന്ത്യൻ പീനൽ കോഡില് സെക്ഷൽ ഒഫൻസസ് എന്ന ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒഫൻസസ് സെക്ഷൻ 354 കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ സെക്ഷൻ 354 ഔട്ട്റേജിങ് മോഡസ്റ്റി എന്നുള്ള ഒരു ഒഫൻസ് ആണ് പറഞ്ഞത്. അതായത് ഒരു സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിൽ ഒരു പുരുഷൻ പെരുമാറുക, അതാണ് ഇന്ത്യൻ പീനൽ കോഡിലെ ഡെഫിനിഷൻ പ്രകാരം. പെരുമാറ്റം വാക്കുകൾ കൊണ്ടോ ആക്ഷൻ കൊണ്ടോ ചില റിമാർക്കുകൾ കൊണ്ടോ ഒക്കെ ആവാം. എന്തായാലും ആ സ്ത്രീക്ക് പരസ്യമായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പുരുഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പെരുമാറ്റങ്ങളെയാണ് സെക്ഷൻ 354 പ്രകാരം ഔട്ട്റേജിങ് മോഡസ്റ്റി എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഒറിജിനൽ IPC ഉണ്ടായിരുന്ന സെക്ഷനാണ്. അത് ഭാരതീയ ന്യായ സംഹിതയിൽ അതേപോലെ തന്നെ ക്ലോസ് 68 റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം അമെൻമെന്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഫൻസസ് സെക്ഷൻ 354A, B, C, D എന്നിങ്ങനെയാണ്. അപ്പൊ അതിൽ 354A എന്നുള്ള സെക്ഷനാണ് സെക്ഷുവൽ ഹാരസ്മെന്റ് എന്നുള്ള വാക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്. നമുക്കറിയാം, വളരെയധികം കാലം ഈ സെക്ഷുവൽ ഹാരസ്മെന്റ് എന്നുള്ള വാക്കിന് ഒരു ഡെഫിനിഷനോ ആ ഒരു വാക്കിന് ഒരു മീനിങ്ങോ തന്നെ ഇന്ത്യയിലെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ വളരെ അടുത്ത കാലത്താണ് ഒരു അമെൻമെന്റ് വഴി നമ്മൾ ഈ 354A എന്നുള്ള ആഡ് ചെയ്തിട്ട് സെക്ഷുവൽ ഹാരസ്മെന്റിനെ ഡിഫൈൻ ചെയ്തത്. അപ്പൊ IPCയുടെ ഡെഫിനിഷൻ പ്രകാരം ഒരു പുരുഷന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന സെക്ഷുവലി കളേർഡ് ആയിട്ടുള്ള റിമാർക്കുകള്, അഡ്വാൻസസ്, അവരുടെ ഇഷ്ടത്തിന് എതിരായിട്ട് പോർണോഗ്രാഫിക് ആയിട്ടുള്ള ചിത്രങ്ങളോ വീഡിയോസോ കാണിച്ചു കൊടുക്കുകയോ കാണാൻ നിർബന്ധിക്കുകയോ ഒക്കെ പോലും സെക്ഷുവൽ ഹാരാസ്മെന്റിന്റെ പരിധിയിൽ വരുന്ന കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ സെക്ഷൻ 354A ഉള്ള സെക്ഷുവൽ ഹാരാസ്മെന്റ് എന്നുള്ള ഒഫൻസ് അതേപോലെ തന്നെ BNS റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് ക്ലോസ് 74. അപ്പോൾ ഡെഫിനിഷനിലൊന്നും ഒരു മാറ്റമില്ല, അതേ ഒഫൻസ് ആണ് പുതിയതായിട്ട് വരുന്ന നിയമത്തിൽ ആ ക്ലോസിന്റെ നമ്പറിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ, അതേപോലെ റിറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ഒഫൻസ് ആണ് 354B പറയുന്ന യൂസിങ് ക്രിമിനൽ ഫോഴ്സ് ടു ഡിസ്റോബ്, അതായത് ഒരു സ്ത്രീയുടെ വസ്ത്രാക്ഷേപം നടത്തുക. അതായത് ആ സ്ത്രീയുടെ വസ്ത്രത്തിൽ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ഏതെങ്കിലും ഭാഗം പിടിച്ചു വലിക്കുകയോ പറിച്ചു കളയാൻ ശ്രമിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ആ വസ്ത്രം നീക്കം ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഏത് ശ്രമവും സെക്ഷൻ 354B പ്രകാരം കുറ്റകരമാണ്. അതേ കുറ്റം BNS ഭാരതീയ ന്യായ സംഹിതയിലും ക്ലോസ് 77 അതേപോലെ തന്നെ ഒരു വ്യത്യാസവും കൂടാതെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 354C പറയുന്ന വോയറിസം, ഇന്ത്യൻ പീനൽ കോഡിൽ അത് വോയറിസം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ആക്ട്സ്, അത് അവർ കുളിക്കുന്നതോ അവർ വസ്ത്രം മാറുന്നതോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് മറ്റുള്ളവർ കാണരുത് എന്ന് ആഗ്രഹിച്ച് അവർ ചെയ്യുന്ന ഏത് കാര്യവും നോക്കി നിൽക്കുകയോ ഫോട്ടോ എടുക്കുകയോ അഥവാ അവരുടെ സമ്മതത്തോടു കൂടി എടുത്ത ഫോട്ടോ ആണെങ്കിൽ പോലും അവരുടെ സമ്മതം കൂടാതെ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ഒക്കെ വോയറിസം എന്നുള്ള സെക്ഷൻ 354Cയുടെ പരിധിയിൽ വരുന്ന ഒരു ഒഫൻസ് ആണ്. ഇതേ ഒഫൻസ് അതേ രൂപത്തിൽ തന്നെ ഡെഫിനേഷനിൽ ഒരു വ്യത്യാസവും വരുത്താതെ ക്ലോസ് 77 റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിതയിൽ. സെക്ഷൻ 354D സ്റ്റോക്കിംഗ്. നമുക്കറിയാം, ഒരു സ്ത്രീയുടെ സമ്മതം കൂടാതെ ആ സ്ത്രീയെ അനാവശ്യമായി പിന്തുടരുക, അത് ഫിസിക്കലി ഫോളോ ചെയ്യുന്നതാവാം, ഇന്റർനെറ്റിലോ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ടെലിഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടോ ആ സ്ത്രീയുടെ സമ്മതം കൂടാതെ ആ സ്ത്രീയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഏത് തരത്തിലുള്ള കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കലും പിറകെ പോക്കും പിന്തുടരാൻ ശ്രമിക്കലും സർവൈലൻസും ഒക്കെയും സ്റ്റോക്കിംഗ് എന്നുള്ള ഒഫൻസ് ആണ് 354D പ്രകാരം. അത് ക്ലോസ് 78 അതേപോലെ BNS റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒരു ഒഫൻസ് 509 ഇന്ത്യൻ പീനൽ കോഡിന്റെ അവസാനം ഒക്കെ വരുന്ന ഒരു സെക്ഷനാണ് 509. നമുക്കറിയാം, ആകെ 511 സെക്ഷൻസേ ഉള്ളൂ ഇന്ത്യൻ പീനൽ കോഡിൽ. അപ്പൊ ഈ 509 പറയുന്നത് ഇൻസൾട്ടിങ് മോഡസ്റ്റി ഓഫ് എ വുമൺ,
അതായത് ഒരു സ്ത്രീയെ അപമാനിക്കുക, നമ്മൾ സെക്ഷൻ 354 പറഞ്ഞതിന്റെ തന്നെ മറ്റൊരു രൂപമാണ് ഒരു സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിൽ കമന്റ്സ് പാസ്സാക്കുക. നമ്മൾ ഈവ് ടീസിങ് എന്നൊക്കെ പറയുന്ന ഒരു കുറ്റമാണ്. വഴി കൂടെ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും കമന്റ് പറഞ്ഞ് അവരെ കളിയാക്കുക, അവർക്ക് അപമാനം ഉണ്ടാകുന്ന രീതിയിൽ കമന്റ്സ് പാസ് ചെയ്യുക. ഇതൊക്കെ സെക്ഷൻ 509 ഇൻസൾട്ടിങ് മോഡസ്റ്റി ഓഫ് എ വുമൻ എന്നുള്ള ഒഫൻസ് ആണ്. അതും ഒരു വ്യത്യാസവും കൂടാതെ അതേപോലെ ക്ലോസ് 79 ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ BNS കാര്യമായിട്ട് ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൽ ഒഫൻസസ് എന്നുള്ള ചാപ്റ്ററിൽ ഒരു വ്യത്യാസവും കൂടാതെ അതേപടി പറിച്ചു നട്ടിരിക്കുകയാണ് എന്ന് പറയണം. എന്നാൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ വിക്ടിമിന്റെ ഏജ്, ഗ്യാങ് റേപ്പ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വിക്ടിമിന്റെ ഏജ് ഇന്ത്യൻ പീനൽ കോഡിൽ 16 വയസ്സിൽ താഴെയാണെങ്കിൽ മൈനർ ആയി കണക്കാക്കും. അതൊരു ഗ്യാങ് റേപ്പ് ഓഫ് മൈനർ എന്നുള്ളത് കുറെ കൂടി സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണ്. അപ്പോൾ എന്നാൽ ആ കാര്യത്തിൽ 16 വയസ്സിൽ നിന്ന് 18 വയസ്സിലേക്ക് വർദ്ധിപ്പിച്ചു ഈ വിക്ടിമിന്റെ ഏജ്. അതായത് 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണ് ഈ ഗ്യാങ് റേപ്പിലെ വിക്ടിം എങ്കിൽ കമ്മിറ്റിംഗ് റേപ്പ് എഗെയിൻസ്റ്റ് മൈനർ എന്നുള്ള കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആയി അത് പരിഗണിക്കും. പിന്നീട് വന്ന ഒരു വ്യത്യാസം, പുതുതായിട്ടൊരു സെക്ഷൻ ക്ലോസ് ആഡ് ചെയ്ത് പുതിയതായിട്ടൊരു ഒഫൻസ് ആഡ് ചെയ്തിട്ടുള്ളത് BNS വഴി, ഹാവിങ് സെക്ഷൽ ഇന്റർകോഴ്സ് യൂസിങ് ഡിസീറ്റ്ഫുൾ മീൻസ്, അതായത് ഒരാളെ പറഞ്ഞു പറ്റിച്ചിട്ട്. അപ്പോൾ അയാളുടെ സമ്മതത്തോടു കൂടി ആയിരിക്കാം, ആ സ്ത്രീയുടെ സമ്മതത്തോടു കൂടി ആയിരിക്കാം, പക്ഷെ ആ സമ്മതം കിട്ടിയിട്ടുള്ളത് എന്തെങ്കിലും നുണ പറഞ്ഞിട്ട് പറ്റിച്ചിട്ടാവാം. അങ്ങനെയുള്ളത് കൂടി ഒരു ഒഫൻസായി BNS-ൽ, അത് ഇന്ത്യൻ പീനൽ കോഡിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല, അതുകൂടി BNS-ൽ ഒരു ഒഫൻസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ് ഭാരതീയ ന്യായ സംഹിത സെക്ഷൽ ഒഫൻസസ് എന്നുള്ള ചാപ്റ്ററിൽ ഇന്ത്യൻ പീനൽ കോഡിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കുന്നത്. ഇനി ഇതിന്റെ കൂടെ പറയേണ്ട ഒരു കാര്യമാണ്, പ്രധാനമായി ഇന്ത്യൻ പീനൽ കോഡിൽ വന്നിട്ടുണ്ടായിരുന്ന സജഷൻസിൽ ഒന്ന് ഈ 509 പറയുന്ന ഇൻസൾട്ടിങ് മോഡസ്റ്റി ഓഫ് എ വുമൺ എന്നത്, ആ മോഡസ്റ്റി ഓഫ് എ വുമൺ എന്നത് കാലത്തിന് യോജിക്കാത്ത ഒരു വാക്കാണ്. അതുകൊണ്ട് തന്നെ ഈവ് ടീസിങ് എന്നുള്ള പേരിലുള്ള ആ ഒഫൻസിനെ സെക്ഷൻ 354 പ്രകാരം, അതായത് ക്ലോസ് 68 പ്രകാരം പണിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ മോഡസ്റ്റി ഓഫ് എ വുമൺ എന്നുള്ളത് ഒരു പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത ഒരു പ്രയോഗമാണ് എന്നുള്ളൊരു സജഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നും. എന്നാൽ ആ റെക്കമെൻഡേഷൻസിനെ BNS പരിഗണിച്ചിട്ടില്ല. അതേ വാക്കുകൾ അതേപോലെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് BNS-ഉം ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ BNS-നെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭാരതീയ ന്യായ സംഹിത ഇന്ത്യൻ പീനൽ കോഡിനെ റിപ്പീൽ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന പുതിയ നിയമമാണ്. പക്ഷെ ഡിസംബർ 25-ാം തീയതി 2023 പ്രസിഡന്റിന്റെ അസന്റ് കിട്ടിയെങ്കിൽ പോലും അത് ഇതുവരെ നിയമമായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് IPC BNS തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചിട്ട് ഇനി വരുന്ന വീഡിയോയിൽ സംസാരിക്കാം. ടിൽ ദെൻ ബൈ.